അപ്പൊ എന്തായാലും സുരേഷ് ഏട്ടൻ തന്നെ ആയിരിക്കും ഈ വട്ടം തൃശ്ശൂർ പുള്ളി എടുക്കും. സുരേഷ് ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ പുള്ളിക്കാരൻ ചെയ്തു കൊടുക്കും. എന്താ പറയാന്ന് വെച്ചാൽ ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി ഭരിച്ച് ജയിച്ചു പോയിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ലേ. സാധ്യത എനിക്ക് സുരേഷ് ഏട്ടൻ തോന്നുന്നു. ചേട്ടാ, ഇപ്രാവശ്യത്തെ ലോക്സഭാ ഇലക്ഷനിൽ ആര് തൃശ്ശൂർ എടുക്കുമെന്നാണ് പറയുന്നത്? സുരേഷ് ഗോപി ചേട്ടാൻ എടുക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ട്. എന്താണ് ആ പ്രതീക്ഷയ്ക്ക് കാരണം? പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, നല്ല ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ പിന്നെ ജനങ്ങൾക്ക് അത് മനസ്സിലായി തുടങ്ങിയെങ്കിൽ വോട്ട് അതിലേക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നു നമ്മൾ പ്രതീക്ഷ. എതിർപക്ഷത്ത് മുരളീധരൻ എന്ന് പറഞ്ഞ ശക്തനെ കൊണ്ട് പിന്നെ കളത്തിലിറക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിനോട് എന്ത് പറയുന്നു? നമുക്ക് ഒന്നും പറയാനൊന്നുമില്ല. അപ്പൊ അവര് ആളെ മാറ്റിയതല്ല, പ്രധാന ആളെ മാറ്റി എന്ന് പറഞ്ഞ കാര്യമില്ല, സുരേഷ് തന്നെ എടുക്കും. സുരേഷ് തന്നെ എടുക്കണം, അതാണ് നമ്മുടെ അഭിപ്രായം. സുരേഷ് ഏട്ടൻ കൊണ്ടുപോകും ഉറപ്പായിട്ടും. തൃശ്ശൂർ ഇപ്രാവശ്യം സുരേഷ് ഏട്ടൻ എടുക്കും. എന്താ പറയാന്ന് വെച്ചാൽ ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി ഭരിച്ച് ജയിച്ചു പോയിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ലേ. അപ്പൊ നമ്മളൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നു. ആ ലെവലിൽ എന്തായാലും സുരേഷ് ഏട്ടൻ ജയിക്കും, ഉറപ്പണത്. അപ്പൊ എല്ലാവരും മനസ്സിൽ സുരേഷ് ഏട്ടനാണ്. ഇവരെ കള്ളകളി എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. അപ്പൊ ആ രീതിയിൽ സുരേഷ് ഏട്ടൻ എന്തായാലും ജയിക്കും, ഉറപ്പ്. വടകരയിൽ നിന്ന് മുരളി തൃശ്ശൂരേക്ക് വരുമ്പോ എന്തെങ്കിലും മാറ്റം സാധിക്കുമോ? മാറ്റം വെച്ചാൽ ഉടനെ പ്രതാപൻ പറ്റാത്ത അവസ്ഥയായി ലാസ്റ്റ് സുരേഷ് ഗോപിയുടെ ലെവല് കണ്ടിട്ട്. അപ്പൊ ആ രീതിയിൽ ഈ കോൺഗ്രസിന്റെ ഈ KPC പ്രസിഡന്റ് വരയ്ക്കും ഒരു കൂടിയാലോചന ചെയ്തിട്ടാണ്. അവർക്ക് മനസ്സിലായി പ്രതാപനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലാന്ന്. അവർക്ക് കുറച്ചെങ്കിലും ഒരു വോട്ട് കൂടുതൽ കിട്ടാനുള്ള സെറ്റപ്പിലാണ് മുരളീധരൻ. അവൻ ജയിക്കൊന്നുമില്ല, വോട്ടുള്ള ഉറപ്പ് എന്തായാലും ഉറപ്പത്. ഇതിൽ ഇവിടെ ഏറ്റവും വലിയ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരൻ നിൽക്കുമ്പോൾ സഹോദരി BJPക്ക് വേണ്ടി ഇവിടെ പ്രചരണത്തിന് ഇറങ്ങുന്നതാണ്. അത് എത്രത്തോളം BJPയെ സഹായിക്കും? അത് BJPനെ ഒരുവിധം സഹായിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരെ ഫാമിലി പ്രശ്നങ്ങളുണ്ട്. ആ രീതിയിൽ മാത്രമല്ല, അത്രയ്ക്ക് ഈ പത്മജനെ അവിടെ അത്രയ്ക്ക് തള്ളിക്കൊണ്ടാണ് അവര് കുറെ നാളായിട്ട് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പത്മജ അങ്ങോട്ട് കയറിയപ്പോ പത്മജയ്ക്കെതിരുള്ള ഭയങ്കര കുറ്റങ്ങളായി. ആങ്ങളെ വരെ എതിർത്തു. ഈ സ്വന്തം ഈ എതിർത്ത ചോദ്യം ചെയ്താണ് ഈ കോൺഗ്രസിന്റെ ഉള്ളില് ഈ പത്മജനെ. ആങ്ങളെ വരെ അവര് സപ്പോർട്ട് ചെയ്തത്, സ്വന്തം പെങ്ങളല്ല അച്ഛനമ്മേനല്ല സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് എന്തായാലും ജനങ്ങളുടെ ഒരു വോട്ട് സുരേഷ് ഗോപി ഉറപ്പത്. വ്യക്തമായ അധികാരമോഹമാണ് ഇതിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. ആർക്ക്? ആങ്ങളെ പോലും. അതന്നെ അതാണ് അധികാരമോഹമാണ് ചെയ്യുന്നത്. അദ്ദേഹം എതിർക്കുമ്പം പണ്ട് NCP ഉണ്ടാക്കി കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ ആളാണ്. അദ്ദേഹത്തിന് അന്നേരം എതിർക്കാൻ ഉള്ള ഇതുണ്ടോ, ഒരു അവകാശം? യോഗ്യത ഉണ്ടോ? ഇല്ലില്ല, യോഗ്യത ഇല്ല. അതുകൊണ്ടല്ല പറയുന്നത്, ഒരിക്കലും യോഗ്യത ഇല്ല. എന്നിട്ട് പത്മജനെ പെട്ടെന്ന് പത്മജ ഒരിക്കലും മാറിപ്പോയിട്ടില്ല. ആകെ നേരിട്ട് ഇപ്പൊ അത് കയറിയുള്ളൂ. അപ്പോഴേക്കും മാറിയാനെ എന്താ ഈ ആങ്ങളെ പറയണ്ടായിരുന്നു. അതൊരിക്കലും നടക്കണ കേസല്ല അത്. എന്തായാലും ഉറപ്പാ അത് സുരേഷ് ഏട്ടൻ തന്നെ ആയിരിക്കും. പിന്നെ കാര്യം പുള്ളി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്കറിയാൻ കഴിയുന്നുണ്ടല്ലോ. ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്, ഒത്തിരി പ്രവർത്തനങ്ങൾ കാഴ്ച പുള്ളി വന്നു കഴിഞ്ഞാൽ ഏകദേശം എന്തായാലും തൃശ്ശൂരിന് ഒരു നല്ലൊരു മാറ്റം വരും, അത് ഉറപ്പാകും. ഈ മുരളിയുടെ കടന്നു വരും, അതായത് വടകരയിൽ നിന്ന് മുരളി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അത് പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ടോ? കാര്യം ഇപ്പൊ കഴിഞ്ഞിടയ്ക്കാണല്ലോ പത്മജ മാറിയത്. അപ്പൊ പുള്ളി അവര് തന്നെ പറഞ്ഞു, ചേട്ടൻ ഇപ്പൊ എന്നെ തള്ളി പറഞ്ഞാലും ചേട്ടൻ കുറെ കഴിയുമ്പോ തിരിച്ചു വരുമെന്ന്. അപ്പൊ എനിക്ക് വലിയ പ്രതീക്ഷ മുരളിയുടെ കാര്യത്തിലില്ല. കാര്യം പറയുന്നതൊക്കെ അത്ര പെർഫെക്റ്റ് അല്ല. NCP ഉണ്ടാക്കി, കോൺഗ്രസിൽ നിന്ന് പോയി NCP ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്ന ആളാണ്. അദ്ദേഹത്തിന് വിമർശിക്കാൻ യോഗ്യത ഉണ്ടോ എന്ന് സ്വയം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം, എനിക്ക് അറിയത്തില്ല. മുരളിയെ പറ്റി എനിക്ക് വലിയൊരു പ്രവർത്തനം പക്വത വലിയ കാഴ്ച വെച്ചിട്ടില്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു പ്രതീക്ഷയില്ല. ശരിക്കും മത്സരം സുരേഷ് ഗോപിയും സുനിൽകുമാറും തമ്മിൽ ആയിരിക്കും. ഉറപ്പായിട്ടും അവർ തമ്മിൽ ആയിരിക്കും. അപ്പൊ എന്തായാലും സുരേഷ് ഏട്ടൻ തന്നെ ആയിരിക്കും ഈ വട്ടം തൃശ്ശൂർ പുള്ളി എടുക്കും. തൃശ്ശൂരുകാർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എന്താ വെച്ചാല് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ്. പക്ഷെ എന്നാലും ഞാൻ പറയുക, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു ഭരണം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം സുരേഷ് ഏട്ടനായിരിക്കും ഇവിടത്തേക്ക് വരുന്നതിൽ ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. എന്താ വെച്ചാൽ ഇപ്പോൾ സുരേഷ് ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ പുള്ളിക്കാരൻ ചെയ്തു കൊടുക്കും. അത് നമുക്ക് മറിച്ച് അഭിപ്രായമില്ല. പക്ഷെ നേരെ മറിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ കോൺഗ്രസോ വന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെക്കാളും പിടിച്ചതിനേക്കാളും വലുതായിരിക്കും പുറത്തിരിക്കുന്ന കോൺഗ്രസ്. അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. അത് നല്ലത് ഇതല്ലേ നല്ലത്. സുനിൽകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? കാരണം തൃശ്ശൂർക്കാരൻ തന്നെയാണ്. അഭിപ്രായക്കുറവൊന്നുമില്ല. എന്നാലും എനിക്ക് തോന്നുന്നു സുരേഷ് ഏട്ടനാണ് ഇച്ചിരി ബെറ്റർ. നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരെയല്ലേ അറിയണത്. നമ്മൾ മലയാളി എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ട് ഒരുപാട് കാര്യശേഷി ഉള്ളവരാണെന്നാണ് പൊതുവെ ഉള്ളൊരു വയ്പ്. അപ്പോൾ അങ്ങനെ അല്ലേ നമ്മൾ ചിന്തിക്കേണ്ട. ശരിക്കും തൃശ്ശൂർക്കാർ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും
തീർച്ചയല്ലേ. അതിപ്പോ നമ്മൾ ഒത്തിരിയും വർഷം കൊണ്ട് ഇതിന്റെ പുറകിലല്ലേ. ഒന്ന് മാറ്റി ചിന്തിക്കുന്നതിന് തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സാധ്യത എനിക്ക് സുരേഷ് ഏട്ടൻ തോന്നുന്നു. മൂന്നുപേരും നല്ല നല്ല സ്ഥാനാർത്ഥികളാണ്. പേരും ഈ കയ്യിലിരിപ്പ് അത്ര നല്ലതാ ഓരോ പാർട്ടിപരമായിട്ട്. അത് കാരണം സുരേഷ് ഏട്ടനാന്ന് തോന്നുന്നു. മുരളിയുടെ കടന്നുവരവ് എങ്ങനെ ബാധിക്കും? അതൊന്നും ബാധിക്കില്ല. സ്ഥാനാർത്ഥിനെ മാറ്റിക്കൊണ്ട് കാര്യമൊന്നുമില്ല. സുരേഷ് ഏട്ടൻ തന്നെ ജയിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്റെ വിശ്വാസം അങ്ങനെയാണ് ഈ പ്രാവശ്യം. ഒന്നും പറയാൻ പറ്റില്ല. 3 കാൻഡിഡേറ്റും നല്ല കാൻഡിഡേറ്റാണ്. അപ്പം അതുകൊണ്ട് ജനങ്ങൾ തീരുമാനിക്കും. അതാണ് എൻ്റെ അവസാനം. എങ്കിലും ഇപ്പൊ അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. നിൽക്കുന്നതെല്ലാം പ്രമുഖരാണ്. അപ്പം പൊതുവെ ആർക്കാണ് ഒരു പൾസ് കൂടുതൽ? എന്തൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ഈ കാൻഡിഡേറ്റിന്റെ കാര്യത്തിൽ 3 ആളും ഇപ്പൊ ടി എം പ്രതാപനാണ് നിന്നിരുന്നത്. അതിന്റെ സ്ഥാനത്ത് ഇപ്പം മുരളിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതും ഒരു ത്രികോണ മത്സരമായിട്ടാണ് കാണുന്നത്. ഈ പത്മജ വേണുഗോപാൽ ഇപ്പം BJP-യിലോട്ട് വന്നുകൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും പ്രതികൂലമായി ബാധിക്കും, അതോ BJP-ക്ക് അത് സഹായകരമായി മാറുമോ? അതിനെ പറ്റിയിട്ട് ഏതൊരു ഇതില്ല. ഞാൻ രാഷ്ട്രീയ പ്രവർത്തകരല്ല. സമൂഹത്തിൽ നമ്മൾ കാര്യം എല്ലാവരും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് അതിനോട് പ്രതികരിക്കാനുള്ള ഒരു ഇതില്ല. തൃശ്ശൂർ VS സുനിൽകുമാറിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ട്? അദ്ദേഹത്തിന്റെ പ്രവർത്തനം സ്വയമായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ലൊരു കാൻഡിഡേറ്റ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ജയിക്കാൻ സാധ്യതയുണ്ടോ അദ്ദേഹം? ഒരു 95%. പിന്നെ ജനങ്ങളുടെ കയ്യിലല്ലേ. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. 3 ആൾക്കും തുല്യ ഇതാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് ജയം വിജയമൊക്കെ ജനങ്ങളുടെ കയ്യിലാണ്.